ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഒരു സങ്കടകരമായൊരു വിശേഷം പറയാനാണ് ഞാൻ വന്നത്. ഇതാ നിങ്ങൾ ഇവ കണ്ടിട്ടുണ്ടോ? കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും ഏകദേശം ഇവിടെ എന്താ സംഭവിച്ചത് എന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാ കണ്ട നമ്മുടെ താമസിക്കുന്ന വീട് ഇതാ ഇവിടെയുള്ള തൊട്ടിതാ അടുത്തുള്ളൊരു നല്ലൊരു പാല് കിട്ടുന്ന റബ്ബർ മരം പൊരിഞ്ഞ്, അത് പൊരിഞ്ഞതോ പോയതോ അല്ല, അതിൻ്റെതായ പോയ ശൈലിൻ്റെ ഇത് നോക്കിയേ. ശരിക്കും പറഞ്ഞു വെച്ചാൽ ഈ വീടിലേക്ക് വന്ന് വീഴേണ്ട മരം അപ്പുറത്തേക്കാണ് ചെരിഞ്ഞ് വീണിരിക്കുന്നത്. നമ്മളെ കുറച്ചൊന്നല്ല അല്ല കാത്തത്, നമ്മുടെ പടച്ച റബ്ബ് നമ്മളെ കാത്തത് കുറച്ചൊന്നല്ല. അത് ഞാനും കുട്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ 11 മണിക്ക് ഇന്നലെ കാറ്റുണ്ടായി, ശക്തിയായ കാറ്റുണ്ടായിന്. അപ്പം നമ്മൾ അടുക്കളപ്പുറത്ത് ഒരു പ്ലാവുണ്ട്, ആ പ്ലാവ് ഞാൻ ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ കരുതി ആ പ്ലാവാന്ന് പെട്ടെന്ന് നിങ്ങൾ താഴേക്ക് വീഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വീണത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അടുക്കളപ്പുറത്തെ പ്ലാവിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരു ഇത്താത്ത ഓടി വന്ന് വാതിലിനും വിട്ടുന്ന്, ഇതാ നിങ്ങളെ റബ്ബറുണ്ട് വീണിട്ട്, നീ അറിഞ്ഞിട്ടില്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് വിളിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഈ കാഴ്ച കാണുന്നു. അപ്പോൾ ഇത് വീണത് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അത്രയ്ക്കും വലിയ കാറ്റേനു. ഇതാ നോക്കിയേ, ഈ വീട് എവിടെയാണ് കിടക്കുന്നു നോക്കിയാ, ഈ വീടിൻ്റെ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മളെ കുറച്ചൊന്നല്ല പടച്ച റബ്ബ് കാത്തിന്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു തലനാരിഴക്കാണ് നമ്മളിവിടുന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാ നോക്കിയേ, താല് വീണില്ല, ഇപ്പം ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. ഏത് നിമിഷം താലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കൊമ്പെല്ലാം കൊത്തിയിട്ട് ഇപ്പോൾ ഇവരെ ചായച്ച് കൊടുക്കണോ ഇഷാനെ. അപ്പോൾ ഇതാ റിഷാനൊക്കെ സ്കൂളിൽ പോയിട്ടില്ല, പനിയാണ്. എനിക്ക് കുട്ടികൾക്കൊക്കെ പനിയാണ്, സുഖമില്ല. ഇപ്പോൾ ഒക്കെ റെഡിയായി വന്ന ഒരു മോന് സ്കൂൾ പോക്ക് തുടങ്ങി. ഇപ്പോൾ ഇന്ന് അയച്ചിട്ടുണ്ട് ഒരു മോനെ, കുഞ്ഞുമോനെ. ഇപ്പോൾ രണ്ടാളോട് പെൻഡിങ്ങിലാന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ നാട്ടിലൊക്കെ പനിയാന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. വെള്ളം തിളപ്പിച്ച് കുടിക്കുക, മഴ കൊള്ളാതിരിക്കുക. മഞ്ഞപ്പിത്തമൊക്കെ പടരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീടിന് ഇത്രയേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അപ്പക്കറിയും മുട്ടക്കറിയും പോലും. ഈ റബ്ബർ മരം വീണത് കൊണ്ട് നമ്മുടെ കർമ്മൂസ് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. സാരമില്ല, അതൊന്നും പ്രശ്നമല്ല. വീടിൻ്റെ മുകളിലേക്ക് വന്ന് വീണില്ലല്ലോ, അതാണ് വലിയൊരിത്. ഇതാ ഈ ചെരിഞ്ഞ മരം, ഈ ചെരിഞ്ഞിട്ട് ഈ മരം ഇങ്ങനെ പോകുന്നു. ഇത് ശരിക്കും പറയാൻ നമ്മളെ വീടിൻ്റെ മുകളിലേക്ക് വരാം. നമ്മളല്ല കാത്ത്, അൽഹംദുലില്ലാ. ഞാൻ കരുതിയത് ഈ പ്ലാവിനെ ഞാൻ പേടിച്ചത് അടുക്കളപ്പുറത്തെ പ്ലാവാണ്, അടുക്കള ഭാഗത്തെ ഒരു പ്ലാവ്. അപ്പോൾ ഇതാ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേങ്കിൽ വീണത് അപ്പുറത്തെയാണ്. അത് പ്രതീക്ഷിക്കാത്തൊരു മരമാണ് അപ്പുറത്തത് പൊരിഞ്ഞു പോയത്. നല്ലൊരു പാല് കിട്ടുന്ന മരമാണ് കേട്ടോ അത്, റബ്ബർ. അതുപോലെ തന്നെ ഈ പ്ലാവിൻ്റെ മുകളിൽ നിന്ന് ഒരു കഷ്ണം കൊമ്പ് ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിയിട്ട് ദൂരേക്ക് ഇവിടത്തേക്ക് വലിച്ചെറിഞ്ഞിനി. അത്രയ്ക്ക് വലിയ കാറ്റാണ് സംഭവിച്ചത്. കറണ്ടൊക്കെ ഇല്ലായിരുന്നു, കറണ്ടൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. ഇടയ്ക്ക് പോകുന്ന ഇടയ്ക്ക് വരുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീടിന് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.